കേരളത്തിന് അനുവദിച്ച 3 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഇന്ന് പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യും. പുതിയ അമൃത് ഭാരത് എക്സ്പ്രസിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയട്ടെ. പ്രത്യേകിച്ച് നമുക്ക് വന്ദേ ഭാരതൊക്കെ നമുക്ക് വലിയ അഭിമാനമുള്ള ട്രെയിനായി മാറിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഈ അമൃത് ഭാരത് എക്സ്പ്രസിന്റെ വിശേഷങ്ങൾ കൂടി അറിയാം. 4 ട്രെയിനുകൾക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 10:45 പച്ചക്കൊടി വീശുന്നത്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ 2 അമൃത് ഭാരത് എക്സ്പ്രസ് ഉണ്ട്. അതുപോലെ തന്നെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ 1 അമൃത് ഭാരത് എക്സ്പ്രസ്, അങ്ങനെ 3 അമൃത് ഭാരത് എക്സ്പ്രസും അതുപോലെ തന്നെ തൃശൂരിൽ ഒരു പാസഞ്ചർ ട്രെയിനും ഉദ്ഘാടനത്തിന് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ച് അതിമനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈ ട്രെയിനുകളെല്ലാം തന്നെ ഉദ്ഘാടനത്തിന് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നത്. അത്യാധുനിക സൗകര്യത്തോടു കൂടി ട്രെയിനുകൾ എന്ന് തന്നെ നമുക്ക് പറയാം. ഏകദേശം 80ഓളം പേർക്കാണ് ഒരു ബോഗിയിൽ സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണം. സീറ്റുകളും അതുപോലെ തന്നെ ബർത്തുകളും ഒക്കെ തന്നെ അതിനുവേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ്. നമുക്ക് ഇതിന്റെ സൗകര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നല്ല ഇലക്ട്രിക് വർക്കുകളൊക്കെയാണ്, പഴയ കാലത്തിൽ നിന്ന് മാറിയുള്ള ഇലക്ട്രിക് വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. സീറ്റിന്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ആയാലും എല്ലാം വളരെ മനോഹരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള കാഴ്ച. ഒപ്പം ഇതിൽ LED വോളൊക്കെ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടേക്കാണ് ഈ ട്രെയിനുകൾ പോവുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ഓരോ ബോഗികളിലും കൃത്യമായി തന്നെ എഴുതി കാണിക്കുന്ന ഡിസ്പ്ലേ സംവിധാനമാണ്. ഒപ്പം സുരക്ഷ, ഈ റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രെയിനുകളിൽ സുരക്ഷയാണ് ഏറ്റവും അധികം വെല്ലുവിളി നേരിടുന്നത്. നമ്മൾ അതിനുവേണ്ടി CCTV ദൃശ്യങ്ങൾ എല്ലാ ബോഗികളിലും ട്രെയിനിന്റെ എല്ലാ ഭാഗങ്ങളിലും CCTVകൾ കൃത്യമായി തന്നെ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു കാഴ്ച. ഇങ്ങനെ വളരെ മനോഹരമായി തീപിടുത്തമൊക്കെ തന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഇതിൽ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള 4 ട്രെയിനുകളാണ്. വളരെ ലളിതമായ ഫീസ് നിരക്കിൽ, ടിക്കറ്റ് നിരക്കിൽ നാട്ടുകാർക്ക് അല്ലെങ്കിൽ യാത്രക്കാർക്ക് സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണം തന്നെയാണ് റെയിൽവേ അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി ഈ തിരുവനന്തപുരത്ത് ഏകദേശം 10 മണിയോടുകൂടി എത്തും. 10:45 ഉദ്ഘാടനം നടത്തും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ താമ്പരം അമൃത് ഭാരത് എക്സ്പ്രസും നാഗർകോവിൽ ജംഗ്ഷൻ ബാംഗ്ലൂരു ജംഗ്ഷൻ അമൃത് ഭാരത് എക്സ്പ്രസ് എന്നിവയുടെ ഉദ്ഘാടന സർവീസുകൾ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്ത ശേഷം തിരുവനന്തപുരം നോർത്തിൽ നിന്ന് നോർത്ത് ചാർലാപ്പള്ളി അമൃത് ഭാരത് എക്സ്പ്രസിന്റെ ഉദ്ഘാടന സർവീസും ആരംഭിക്കുമെന്നുള്ളതാണ്. തൃശൂരിൽ നിന്ന് തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനിന്റെ ഉദ്ഘാടന സർവീസാണ് ആരംഭിക്കുക. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സമയക്രമം അല്ലെങ്കിൽ ഷെഡ്യൂൾ ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ട്രെയിനുകൾ, 4 ട്രെയിനുകൾ എന്തായാലും സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. ഏകദേശം നിമിഷങ്ങൾ മാത്രമാണ് ഇനി അതിന്റെ ഉദ്ഘാടന കർമ്മത്തിന് ഉള്ളത്. പ്രധാനമന്ത്രി എത്തി പുത്തരിക്കണ്ടം മൈതാനത്ത് ഈ ഉദ്ഘാടനം നടക്കുമ്പോൾ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും വളരെ ഗംഭീരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള പരിപാടികളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.